Hi students, today we are going to learn NCERT Class 9 English Unit 6 My Childhood, written by APJ Abdul Kalam. Before you read, can you think of any scientist who have also been statesmen? അപ്പൊ നിങ്ങൾക്ക് ഒരു സയന്റിസ്റ്റിനെ കുറിച്ചൊന്ന് ആലോചിക്കാവോ? ആ സയന്റിസ്റ്റ് ഒരു ഭരണാധികാരി കൂടിയായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ. Yes, APJ Abdul Kalam, whose projects in space, defense, and nuclear technology guided India into the 21st century, became our 11th president in 2002. അപ്പൊ APJ Abdul Kalam അദ്ദേഹത്തിന്റെ പ്രൊജക്ട് എന്തിനെ കുറിച്ച്, സ്പേസിനെ കുറിച്ച്, പിന്നെ ഡിഫൻസ് പ്രതിരോധത്തെ കുറിച്ച്, പിന്നെ ന്യൂക്ലിയർ ടെക്നോളജിനെ കുറിച്ച്, ഇങ്ങനെയുള്ള പ്രോജക്ട്സ് എല്ലാം നമ്മുടെ ഇന്ത്യനെ 21st സെഞ്ചുറിയിലേക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്തു. അത് മാത്രമല്ല അദ്ദേഹം 11th president of India ആയി ഏത് വർഷം? 2002. In his autobiography Wings of Fire, he speaks of his childhood. അപ്പൊ ഈ ലെസൺ മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയ വിങ്സ് ഓഫ് ഫയർ, അതെല്ലാവർക്കും അറിയാം, അതിൽ നിന്ന് എടുത്ത ഒരു എക്സ്ട്രാക്ട് ആണ് മൈ ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് ഈ ലെസൺ നമ്മളോട് പറയുന്നത്. I was born into a middle-class Tamil family in the island town of Rameshwaram in the erstwhile Madras state. അപ്പൊ ഞാൻ ജനിച്ചത് ഒരു മിഡിൽ ക്ലാസ് സാധാരണക്കാരനായ ഒരു തമിഴ് ഫാമിലിയിലായിരുന്നു. എവിടെയാണ്? ഐലൻഡ് ടൗൺ ഓഫ് രാമേശ്വരം. രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു ഐലൻഡ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പണ്ടത്തെ, erstwhile മീൻസ് പണ്ടത്തെ മദ്രാസ് സ്റ്റേറ്റിലാണ്. My father Jainul Abdin had neither much formal education nor much wealth. എൻ്റെ ഫാദറിന്റെ പേരായിരുന്നു ജൈനുൽ അബ്ദീൻ. അദ്ദേഹത്തിന് ഒത്തിരി ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഒത്തിരി സമ്പാദ്യ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല. Despite these advantages, he possessed great innate wisdom and true generosity of spirit. അദ്ദേഹത്തിന് ഒത്തിരി വിദ്യാഭ്യാസവും സ്വത്തൊന്നും ഇല്ലായിരുന്നെങ്കിലും, ഇത്രയൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഗ്രേറ്റ് innate wisdom, ഇൻബോൺ ആയിട്ടുള്ള ഒരു കഴിവ്, ഒരു അറിവ്, ജ്ഞാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ട്രൂ ജനറോസിറ്റി ഓഫ് സ്പിരിറ്റ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി ഹാഡ് ആൻ ഐഡിയൽ ഹെൽപ്മേറ്റ് ഇൻ മൈ മദർ ആഷ്യാമ. അപ്പൊ ആഷ്യാമ എന്നാണ് മദറിന്റെ പേര്. ആ ആഷ്യാമയ്ക്ക് ഈ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഹെൽപ്മേറ്റ് ആയിരുന്നു. അപ്പൊ നല്ലൊരു സപ്പോർട്ടായിരുന്നു എൻ്റെ അമ്മ ആഷ്യാമ ഫാദറിന്. I do not recall the exact number of people she fed every day, but I am quite certain that far more outsiders ate with us than all the members of our own family put together. അപ്പൊ അവർ പറയാണ്, അബ്ദുൽ കലാം റീകോൾ ചെയ്യാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേർക്ക് ഞങ്ങള് ഭക്ഷണം കൊടുത്തിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എത്ര ആളുകളാണെന്ന്, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനൊക്കെ കൂടുതൽ ഔട്ട്സൈഡേഴ്സിന് ഫുഡ് കൊടുത്തിരുന്നു എൻ്റെ മദർ ആഷിയാമ്മ. I was one of many children, a short boy with a rather undistinguished look, born to tall and handsome parents. അപ്പൊ ഞാൻ കുറെ കുട്ടികളിൽ ഒരു കുട്ടിയായിട്ടാണ് വളർന്നത്. ഞാനൊരു ചെറിയ ഷോർട്ടായിട്ട് പൊക്കം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു. റാദർ അൺഡിസ്റ്റിങ്വിഷ്ഡ് ലുക്ക് എന്ന് വെച്ചാൽ വലിയൊരു ക്വാളിറ്റി ഉള്ള ലുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പേരൻസ് ഭയങ്കര ടോളും ഹാൻഡ്സും ആയിരുന്നു. അവർ ഭയങ്കര ഹൈറ്റും ഉണ്ടായിരുന്നു, നല്ല സുന്ദരന്മാരുമായിരുന്നു രണ്ടുപേരും. വി lived in our ancestral house which was built in the middle of the 19th century. ഞങ്ങൾ ജീവിച്ചിരുന്നത് 19th സെഞ്ചുറിയിൽ പണിത ഞങ്ങളുടെ ഒരു പഴയ കുടുംബ വീട്ടിലായിരുന്നു. It was a fairly large pakka house made of limestone and brick on the Moss Street in Rameshwaram. അപ്പൊ ആ വീട് ഒരു പക്കാ ഹൗസ് ആയിരുന്നു, അതായത് ലൈംസ്റ്റോണും ബ്രിക്കും ഒക്കെ വെച്ചിട്ട് ഒരു വാർക്ക വീട് പോലത്തെ ഒരു വീടായിരുന്നു. അത് വലിയ വീടുമായിരുന്നു, ഫെയർലി ലാർജ് വീടുമായിരുന്നു. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്? മോസ്ക് സ്ട്രീറ്റ് ഇൻ രാമേശ്വരം, അവിടെയാണ് ഈ വീട് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. മൈ ഓസ്റ്റർ ഫാദർ യൂസ് ടു അവോയ്ഡ് ഓൾ ഇൻ എസെൻഷ്യൽ കംഫോർട്ട്സ് ആൻഡ് ലക്ഷറീസ്. ഓസ്റ്റർ ഫാദർ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളും അതേസമയം സ്ട്രിക്റ്റുമായിട്ടുള്ള ഫാദർ ആയിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് ലക്ഷറീസും ഭയങ്കര ആർഭാടവും അല്ലെങ്കിൽ ഭയങ്കര സുഖ സൗകര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. ഹവെവർ, പക്ഷേ ഓൾ നെസസിറ്റീസ് വെയർ പ്രൊവൈഡഡ് ഫോർ ഇൻ ടേംസ് ഓഫ് ഫുഡ്, മെഡിസിൻ ഓർ ക്ലോത്ത്സ്. അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. ഫുഡ്, മെഡിസിൻ, ക്ലോത്ത് അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. ഇൻ ഫാക്ട് ഐ വുഡ് സേ മൈൻ വാസ് എ വെരി സെക്യൂർ ചൈൽഡ്ഹുഡ്, ബോത്ത് മെറ്റീരിയലി ആൻഡ് ഇമോഷണലി. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും പറയാൻ പറ്റും, എൻ്റെ ചൈൽഡ്ഹുഡ്, എൻ്റെ ബാല്യകാലം വളരെ സെക്യൂറും വളരെ സന്തോഷകരമായ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. ബോത്ത് മെറ്റീരിയലി ആൻഡ് ഇമോഷണലി, ഭയങ്കര മാനസികമായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നോക്കുമ്പോൾ മെറ്റീരിയലി പണ്ടൊക്കെ ആളുകൾക്ക് ഒന്നും മെറ്റീരിയൽ
മെറ്റീരിയൽസ് ഒന്നും ഫുഡും ഡ്രസ്സും അതൊക്കെ കുറവായിരുന്നല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ APJ അബ്ദുൽ കലാമിന്റെ ചൈൽഡ്ഹുഡ് സൂപ്പർ ആയിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി the Second World War broke out in 1939 when I was 8 years old. അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് 1939 സെക്കൻഡ് വേൾഡ് വാർ വന്നത്, ബ്രോക്ക് ഔട്ട് ചെയ്തത്. For reasons I have never been able to understand, a sudden demand of tamarind seeds erupted in the market. അതിന്റെ റീസൺ ഒന്നും 8 വയസ്സുള്ള അബ്ദുൽ കലാമിന് അറിയത്തില്ല. പക്ഷെ എന്ത് പറ്റി, പെട്ടെന്ന് തന്നെ ടാമറിൻ സീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരുവിന്റെ വില ഭയങ്കരമായിട്ട് എറപ്റ്റഡ് എന്ന് വെച്ചാൽ എമേർജ്ഡ്, അതിന്റെ ഭയങ്കര ഡിമാൻഡ് വന്നു മാർക്കറ്റിൽ പുളിങ്കുരുവിന്. I used to collect the seeds and sell them to a provision shop on Moss Street. അപ്പൊ ഈ 8 വയസ്സിൽ അബ്ദുൽ കലാം ഈ ടാമറിൻ സീഡ്സ് ഒക്കെ പറക്കി അവിടെ ഒരു പ്രൊവിഷൻ ഷോപ്പിൽ, മോസ് സ്ട്രീറ്റിലുള്ള പ്രൊവിഷൻ ഷോപ്പിൽ കൊണ്ട് കൊടുക്കും. A day's collection would fetch me the princely sum of 1 anna. അപ്പൊ ഒരു ദിവസം 1 anna എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഇന്ത്യൻ കോയിൻ ആണ്, about 6 പൈസ, ഒരു 6 പൈസ ഓളം വരുന്നതാണ് 1 anna. അപ്പം എന്ത് പറ്റും, അദ്ദേഹത്തിന് ഒരു 1 anna ഓരോ ദിവസം കിട്ടും. അത് പ്രിൻസ്ലി സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് ആണ് ഒരു കുട്ടിക്ക്. മൈ ബ്രദർ ഇൻ ലോ ജലാലുദ്ദീൻ വുഡ് ടെൽ മീ സ്റ്റോറീസ് അബൌട്ട് ദ വാർ വിച്ച് ഐ വുഡ് ലേറ്റർ അറ്റംപ്റ്റ് ടു ട്രേസ് ഇൻ ദ ഹെഡ്ലൈൻസ് ഇൻ ദീനമണി. ദീനമണി എന്ന് വെച്ചൊരു ന്യൂസ് പേപ്പർ ആണ്, അവിടെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പർ ആണ് ദീനമണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബ്രദർ ഇൻ ലോ ജലാലുദ്ദീൻ അദ്ദേഹം കിടക്കുമ്പോഴൊക്കെ ഈ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും, വേൾഡ് വാറിന്റെ ഒക്കെ സ്റ്റോറീസ്. അപ്പൊ പിന്നെ ഈ ദീനമണി പത്രത്തിൽ അതിനെ കുറിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് അത് ട്രേസ് ചെയ്യാൻ പറ്റും, ആ സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. Our area being isolated was completely unaffected by the war. അപ്പൊ ഞങ്ങളുടെ ഏരിയ അതൊരു ഐലൻഡ് ആണല്ലോ, രാമേശ്വരം എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ആണ്. അപ്പൊ ഈ വാറിന്റെ ഒരു ഇഫക്റ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് സൂൺ ഇന്ത്യ വാസ് ഫോഴ്സ്ഡ് ടു ജോയിൻ ദ അലൈഡ് ഫോഴ്സസ് ആൻഡ് സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി വാസ് ഡിക്ലെയർ. അപ്പൊ എന്തായി, അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇന്ത്യനെ അവര് ഫോഴ്സ് ചെയ്തു അവരുടെ അലൈഡ് ഫോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ. അലൈഡ് ഫോഴ്സസ് എന്ന് വെച്ചാൽ ആർമീസ് ഓഫ് UK ആൻഡ് USA ആൻഡ് റഷ്യ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, അവരുടെ ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിർബന്ധിച്ചു. ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഈ രാമേശ്വരത്ത് വന്നു. എന്താണ് ആ പ്രോബ്ലംസ്? The first casualty came in the form of the suspension of the train halt at രാമേശ്വരം സ്റ്റേഷൻ. അപ്പൊ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ജംഗ്ഷൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആ സ്റ്റോപ്പ് സസ്പെൻഡ് ചെയ്തു, ആ ട്രെയിൻ നിർത്തുന്നത് സസ്പെൻഡ് ചെയ്തു. The newspapers now had to be bundled and thrown out from the moving train on the രാമേശ്വരം road between രാമേശ്വരം and ധനുഷ്കോടി. അപ്പൊ രാമേശ്വരത്തിനും ധനുഷ്കോടിക്കും ഇടയ്ക്ക് ഈ മൂവിംഗ് ട്രെയിനിൽ നിന്ന് ഇവർ ഈ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് എറിഞ്ഞു കൊടുക്കും. ട്രെയിൻ സ്റ്റേഷൻ ഇല്ലല്ലോ, അപ്പൊ ഈ എറിഞ്ഞു കൊടുക്കണമായിരുന്നു ന്യൂസ് പേപ്പേഴ്സ്. That forced my cousin Samsudeen, who distributed newspapers in രാമേശ്വരം. അപ്പൊ അത് ആരെ ഫോഴ്സ് ചെയ്തു? സംസുദ്ദീൻ. അതാ who is സംസുദ്ദീൻ? സംസുദ്ദീൻ APJ അബ്ദുൽ കലാമിന്റെ ഒരു കസിൻ ആണ്. അദ്ദേഹമാണ് അവിടുത്തെ രാമേശ്വരത്തെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സംസുദ്ദീൻ ഈ അബ്ദുൽ കലാമിനെ ഹെൽപ്പ് ആയിട്ട് വിളിച്ചു. ടു ലുക്ക് ഫോർ എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ക്യാച്ച് ദ ബണ്ടിൽസ് ആൻഡ് ആസ് ഇഫ് നാച്ചുറലി ഐ ഫിൽ ദ സ്ലോൺ. അങ്ങനെ അബ്ദുൽ കലാം ഈ ന്യൂസ് പേപ്പർ എറിയുന്ന ന്യൂസ് പേപ്പേഴ്സ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സംസുദ്ദീന്റെ കൂടെ പോയി. Samsudeen helped me earn my first wages. അപ്പൊ ആരാണ് അബ്ദുൽ കലാമിനെ ആദ്യമായിട്ട് സാലറി മേടിക്കാൻ ഹെൽപ്പ് ചെയ്തത്? സംസുദ്ദീൻ. അപ്പൊ സംസുദ്ദീൻ ആദ്യമായിട്ട് അബ്ദുൽ കലാമിന് സാലറി കൊടുത്തു. ഹാഫ് എ സെഞ്ചുറി ലേറ്റർ ഐ ക്യാൻ സ്റ്റിൽ ഫീൽ ദ സർജ് ഓഫ് പ്രൈഡ് ഇൻ ഏണിംഗ് മൈ ഓൺ മണി ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പൊ 50 വർഷം കഴിഞ്ഞു ആ കാശ് ഞാൻ മേടിച്ചതിന് ശേഷം, എന്നിട്ടും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൈഡ്. I'm very proud that I got the money for the first time. ആ സമയത്ത് എൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. Every child is born with some inherited characteristics. ഓരോ കുട്ടികളും ഈ ലോകത്ത് ജനിക്കുന്നത് അവന് ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ്, അവന്റെ ഇൻബോൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ്. ഇൻ ടു എ സ്പെസിഫിക് സോഷ്യോ എക്കണോമിക് ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. അപ്പൊ ആ കുട്ടി ജനിക്കുന്നത് ഒരു സൊസൈറ്റിയിൽ കുറെ ഇമോഷണലും കുറെ പ്രശ്നങ്ങൾ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആ കുട്ടി ജനിക്കുന്നത്. ആൻഡ് ട്രെയിൻഡ് ഇൻ സർട്ടൻ വേസ് ബൈ ഫിഗേഴ്സ് ഓഫ് അതോറിറ്റി. അവന്റെ ഫാമിലി, പേരൻസ്, റിലേറ്റീവ്സ് അവരെല്ലാവരും ഇവനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഐ ഇൻഹെറിറ്റഡ് ഓണസ്റ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ഫ്രം മൈ ഫാദർ. അപ്പോ ഞാൻ ഓണസ്റ്റി, സത്യസന്ധതയും സെൽഫായിട്ടുള്ള ഡിസിപ്ലിനും പഠിച്ചത് എന്റെ ഫാദറിൽ നിന്നാണ്. ആൻഡ് ഫ്രം മൈ മദർ
മദറിന്റെ കയ്യിൽ നിന്നോ ഐ ഇൻഹെറിറ്റഡ് faith in goodness and deep kindness, and so did my 3 brothers and sister. അപ്പോ ഞാൻ ഓണസ്റ്റിയും സെൽഫ് ഡിസിപ്ലിനും പഠിച്ചത് എന്റെ ഫാദറിന്റെ കയ്യിൽ നിന്നും. ഇനി മദറിന്റെ കയ്യിൽ നിന്ന് എന്താ എനിക്ക് കിട്ടിയത്? ഞാൻ എന്താ ഇൻഹെറിറ്റ് ചെയ്തത്? ഫെയ്ത്ത് ഇൻ ഗുഡ്നെസ്, നന്മയിലുള്ളൊരു വിശ്വാസം. ഡീപ്പ് കൈൻഡ്നെസ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. അതെല്ലാം ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ആൻഡ് സോ ഡിഡ് മൈ 3 brothers and sisters. കൂടാതെ ഞാനും എൻ്റെ 3 brothers ഒരു സിസ്റ്ററും ആണ് ഇതെല്ലാം ആ ഫാമിലിയിൽ നിന്ന് പഠിച്ചത്. ഐ ഹാഡ് 3 ക്ലോസ് ഫ്രണ്ട്സ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇനി അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാണ്. അവരും തീർച്ചയായിട്ടും അബ്ദുൽ കലാമിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ക്യാരക്ടർ ഫോം ചെയ്യുന്നതിൽ ഒരു മേജർ പാർട്ടായിട്ടുണ്ട്. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? ഐ ഹാവ് 3 ക്ലോസ് ഫ്രണ്ട്സ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. രാമനാഥ ശാസ്ത്രി, അരവിന്ദൻ ആൻഡ് ശിവപ്രകാശൻ. ഇവർ മൂന്നുമാണ് നമ്മുടെ അബ്ദുൽ കലാമിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. All these boys were from Orthodox Hindu Brahmin families. ഇവർ 3 പേരും ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദു ബ്രാഹ്മിൻ ഫാമിലി എന്നുള്ളവരാണ് ഈ 3 ഫ്രണ്ട്സും നമ്മുടെ അബ്ദുൽ കലാമിന്റെ. As children, none of us ever felt any difference amongst ourselves because our religious differences and upbringing. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജാതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇതിനെ കുറിച്ചിട്ടോ ഒന്നും ഡിഫറൻസസിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് ആ ഒരു സൊസൈറ്റിയിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റിലീജിയസ് ഡിഫറൻസസും അന്ന് ആ നാട്ടിൽ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇൻഫാക്ട് രാമനാഥ ശാസ്ത്രി വാസ് ദ സൺ ഓഫ് പക്ഷി ലക്ഷ്മണ ശാസ്ത്രി, ദ ഹൈ പ്രീസ്റ്റ് ഓഫ് ദ രാമേശ്വരൻ ടെമ്പിൾ. അത് മാത്രമാണോ, ഈ രാമനാഥ ശാസ്ത്രി ബെസ്റ്റ് ഫ്രണ്ട് അവിടെ പക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ മകനാണ്. ഏത്? രാമേശ്വരൻ ടെമ്പിളിലെ പ്രീസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനാണ്. ലേറ്റർ ഹി ടുക്ക് ഓവർ ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ദ രാമേശ്വരൻ ടെമ്പിൾ ഫ്രം ഹിസ് ഫാദർ. ലേറ്റർ പിന്നീട് എന്ത് പറ്റി? പിന്നീട് ഫാദറിന്റെ പാത പിന്തുടർന്ന അവൻ ഈ രാമനാഥ ശാസ്ത്രിയായി അവിടുത്തെ മെയിൻ ആള്. ഏത്? രാമേശ്വരൻ ടെമ്പിളിന്റെ പ്രീസ്റ്റായി. Aravindan went into the business of arranging transport for visiting pilgrims. അപ്പൊ അരവിന്ദൻ എന്തായി? ഫ്യൂച്ചറിൽ അവൻ ബിസിനസ്, അവൻ എന്ത് ബിസിനസ് ആണ്? ഈ രാമേശ്വരത്തേട്ട് വരുന്ന പിൽഗ്രിംസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതായത് ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലെ ആയി അരവിന്ദൻ. ആൻഡ് ശിവപ്രകാശൻ became a catering contractor for the Southern Railways. ശിവപ്രകാശൻ സദേൺ റെയിൽവേസിലെ ഒരു കാറ്ററിംഗ് കോൺട്രാക്ടറുമായി മാറി ഫ്യൂച്ചറിൽ. During the annual Sri Sita Rama Kalyanam ceremony, our family used to arrange boats with a special platform for carrying idols of the Lord from the temple to the marriage site. അപ്പോ ഈ ഓരോ വർഷവും ആനുവലി എന്തുണ്ടാവും? ശ്രീ സീതാരാമ കല്യാണ സെറമണി നടക്കും. അതായത് അവിടുത്തെ ഒരു സെലിബ്രേഷൻ അത് സീതയും രാമനും തമ്മിലുള്ള വിവാഹം, അതിന്റെ ഒരു സെലിബ്രേഷൻ. Our family used to arrange boats with a special platform for carrying idols of the Lord from the temple to the marriage site situated in the middle of the pond called Ramatirtha, which was near our house. അവരുടെ വീടിന്റെ അടുത്താണ് രാമതീർത്ഥം എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ മിഡില് പോണ്ടിന്റെ നടുക്കാണ് എന്ത്? ഈ ഐഡൽസിനെ ഒക്കെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ അവനൊരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഈ അബ്ദുൽ കലാമിന്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആണ് അതിനു വേണ്ടി ബോട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ ഈ സീതേനെ രാമനെ ഈ മാരേജ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ചെറിയ വഞ്ചിയിലാണ്, ബോട്ടിലാണ്. അപ്പൊ ഈ ബോട്ടൊക്കെ സെറ്റ് ചെയ്തിരുന്നത് നമ്മുടെ അബ്ദുൽ കലാമിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അങ്ങനെ ആ പോണ്ടിന്റെ നടുക്കോട്ട്, രാമതീർത്ഥം എന്ന് പറയുന്ന പോണ്ടിന്റെ നടുക്കോട്ട് ഇവരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവിടെ സീതാരാമ കല്യാണം എന്ന് പറയുന്ന സെറിമണി നടക്കും. Events from the Ramayana and from the life of the prophets where bedtime stories my mother and grandmother would tell the children in our family. അപ്പൊ അവരുടെ ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നെങ്കിലും ഈ ബെഡ് ടൈം സ്റ്റോറീസ് ആയിട്ട് ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് എന്താണ്? രാമായണത്തിലെ സ്റ്റോറികളും പിന്നെ അവരുടെ ലൈഫിനെ കുറിച്ച്, അവരുടെ പ്രോഫറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റോറീസ് ആണ് ഈ ഗ്രാൻഡ് പേരൻസ് ഈ മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അത്രയ്ക്ക് നല്ലൊരു എന്താണ് പറയുക, ഒരു കമ്മ്യൂണൽ ഹാർമണി അവിടെ ഉണ്ടായിരുന്നു. ഈ ലെസന്റെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ ഇതാണ്, കമ്മ്യൂണൽ ഹാർമണിയാണ് മെയിൻ തീം of this lesson. One day when I was in the 5th standard at the Rameshwaram Elementary School, a new teacher came to our class. അപ്പോൾ ഒരു ഇൻസിഡന്റ് APJ അബ്ദുൽ കലാം പറയാണ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ നിന്ന്. അദ്ദേഹം 5th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോ രാമേശ്വരം എലിമെന്ററി സ്കൂളിലേക്ക് ഒരു ന്യൂ ടീച്ചർ വന്നു, പുതിയ ടീച്ചർ വന്നേ. I used to wear a cap which is
which marked me as Muslim, and I always sat in front row next to Ramanatha Shastri. അപ്പൊ മുസ്ലിം ആണെന്നുള്ളൊരു സിഗ്നേച്ചർ പോലെയുള്ള ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അബ്ദുൽ കലാം. എന്നിട്ട് എന്നും രാവിലെ ഫസ്റ്റ് ബെഞ്ചിൽ രാമനാഥ ശാസ്ത്രിയുടെ അടുത്താണ് APJ അബ്ദുൽ കലാം ഇരുന്നുകൊണ്ടിരുന്നത്. Who wrote, who wore the sacred thread എന്ന് വെച്ചിട്ട് ഈ പൂണൂലുണ്ടല്ലോ ബ്രാഹ്മിൻസ് ഇടുന്നത്, അപ്പൊ അദ്ദേഹം പൂണൂലൊക്കെ ധരിച്ചിരുന്നു. The new teacher could not stomach a Hindu priest son sitting with a Muslim boy. അപ്പൊ ഈ ന്യൂ ടീച്ചർ, അദ്ദേഹം ഭയങ്കര ഒരു ഓർത്തഡോക്സ് പേഴ്സൺ ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു ഹിന്ദു പ്രീസ്റ്റിന്റെ മകൻ ഈ മുസ്ലിം ബോയുടെ അടുത്തിരിക്കുന്നത് തീരെ സഹിച്ചില്ല. കുഡ് നോട്ട് സ്റ്റൊമക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. In accordance with our social ranking as the new teacher saw it, I was asked to go and sit on the back bench. എന്ത് പറ്റി, ഈ ന്യൂ ടീച്ചർ എന്ത് പറഞ്ഞു, APJയുടെ പോയി ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് തീരെ പറ്റിയില്ല സോഷ്യൽ റാങ്കിങ്. I was asked to go and sit on the back bench. I felt very sad and so did Ramanatha Shastri. രണ്ടുപേർക്കും, രാമനാഥ ശാസ്ത്രിക്ക് APJ അബ്ദുൽ കലാമിൽ ഭയങ്കര വിഷമായി. He looked utterly downcast as I shifted to my seat in the last row. അപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര ഡൗൺകാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഡോ ഡിപ്രസ്ഡ്, അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിട്ട് തോന്നി രാമനാഥ ശാസ്ത്രി ഈ APJ അബ്ദുൽ കലാമിനെ ബാക്ക് ബെഞ്ചിലേക്ക് കൊണ്ടുപോകണം കണ്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. The image of him weeping when I shifted to the last row left a lasting impression on me. അപ്പൊ രാമനാഥ ശാസ്ത്രി കരയുന്ന ആ ഒരു എന്താണ്, ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഭയങ്കര വിഷമത്തിൽ അവൻ കരയുമായിരുന്നു എന്നെ മാറ്റിയപ്പോ. After school we went home and told our respective parents about the incident. രണ്ടുപേരും വീട്ടിൽ പോയി പാരന്റ്സിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ട് പുതിയ ടീച്ചർ ഞങ്ങളെ ഇങ്ങനെ മാറ്റിയിരുത്തി എന്ന് പറഞ്ഞു. ലക്ഷ്മണ ശാസ്ത്രി സമ്മൺ ദ ടീച്ചർ. ലക്ഷ്മണ ശാസ്ത്രി ആരാണ്, നമ്മുടെ രാമനാഥ ശാസ്ത്രിയുടെ ഫാദർ പക്ഷി ലക്ഷ്മണ ശാസ്ത്രി. അദ്ദേഹം ഈ ടീച്ചറിനെ വിളിപ്പിച്ചു. And in our presence told the teacher that she should not spread the poison of social inequality and communal intolerance in the minds of innocent children. അപ്പൊ ഈ രാമനാഥ പക്ഷി ലക്ഷ്മണ ശാസ്ത്രി ഈ ടീച്ചറെ വിളിച്ചിട്ട് നന്നായിട്ട് ചീത്ത പറഞ്ഞു. എന്ത് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ ഈ സോഷ്യൽ ഇൻക്വാലിറ്റിയും കമ്മ്യൂണൽ ഇൻടോളറൻസും ഒന്നും സ്പ്രെഡ് ചെയ്ത് അവരെ ചീത്തയാക്കരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അവര് ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, അവരുടെ മനസ്സിലേക്ക് വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും വലിച്ചിടരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ലക്ഷ്മണ ശാസ്ത്രി ഈ ടീച്ചറോട് പറഞ്ഞു. He bluntly asked the teacher to either apologize or quit the school and the island. ഒന്നില്ലെങ്കിൽ അപ്പോളജി ജയസ് ചെയ്യുക, തെറ്റ് തിരുത്തി ക്ഷമ ചോദിക്കുക, അല്ലെങ്കിൽ ഈ സ്കൂള് വിട്ടും ഈ ഐലൻഡ് വിട്ടും പൊക്കോളുക എന്ന് അദ്ദേഹം പറഞ്ഞു. Not only did the teacher regret his behavior, but the strong sense of conviction Lakshmana Shastri conveyed ultimately reformed this young teacher. അപ്പൊ ടീച്ചർ അദ്ദേഹം ചെയ്തതില് വിഷമിച്ചു അല്ലെങ്കിൽ തന്റെ തെറ്റില് പശ്ചാത്തപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനായി, ഒരു നല്ല റീഫോം ചെയ്തു, നല്ലൊരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു. On the whole, the small society of Rameshwaram was very rigid in terms of the segregation of different social groups. അപ്പോൾ ഈ സ്മോൾ സൊസൈറ്റി രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഒരു സെഗ്രിഗേഷൻ ആയിരുന്നു, ഒരു കോമ്പിനേഷൻ ആയിരുന്നു. However, my science teacher ശിവസുബ്രഹ്മണ്യ അയ്യർ വേറൊരു ഇൻസിഡന്റ് പറയാണ് നമ്മുടെ അബ്ദുൽ കലാം. ശിവസുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹത്തിന്റെ സയൻസ് ടീച്ചർ ആയിരുന്നു. Though an orthodox Brahmin with a very conservative wife, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൺ ആയിരുന്നു, പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് ഭയങ്കര കൺസർവേറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ഭയങ്കര ഈ ഓൾഡ് ട്രഡീഷൻസ് ഒക്കെ വെച്ച് പുലർത്തി കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. വാസ് സംതിങ് ഓഫ് എ റിബൽ, അതായത് ഈ ഒരു കമ്മ്യൂണൽ ഹാർമണിക്കൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ്. ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് ടു ബ്രേക്ക് സോഷ്യൽ ബാരിയേഴ്സ് സോ ദാറ്റ് പീപ്പിൾ ഫ്രം വേരിയിങ് ബാക്ക്ഗ്രൗണ്ട്സ് കുഡ് മിംഗിൾ ഈസിലി. അപ്പൊ ഈ ടീച്ചർ ശിവസുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹം ഈ സോഷ്യൽ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മനുഷ്യരെ ഒന്നായി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ
അദ്ദേഹത്തിന് വൈഫിനെ മാറ്റണം എന്ന് തോന്നി. He used to spend hours with me and would say, Kalam, I want you to develop so that you are on par with the highly educated people of the big cities. അപ്പൊ എപ്പോഴും അബ്ദുൽ കലാമിന് ഒത്തിരി ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശിവസുബ്രഹ്മണ്യ അയ്യർ. കലാമിന്റെ കഴിവുകളും അറിവുകളും ഇത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞിരുന്ന ആയിരുന്നു ശിവസുബ്രഹ്മണ്യ. അദ്ദേഹം പറയും, നീ നിന്റെ കഴിവൊക്കെ ഡെവലപ്പ് ചെയ്യണം, നിനക്ക് ഒത്തിരി യു ആർ ഓൺ പാർ വിത്ത് ദ ഹൈലി എഡ്യൂക്കേറ്റഡ്, നീ പുറത്തോട്ട് പോയി ഹൈ എഡ്യൂക്കേറ്റഡ് പീപ്പിളിനോടൊക്കെ മിങ്കിൾ ചെയ്ത് നിന്റെ സിറ്റിയിലേക്കൊക്കെ പോയി പഠിച്ച് നീ വലിയൊരാളാവണം എന്ന് എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു. One day he invited me to his home for a meal. ഒരു ദിവസം അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചു. എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ, മീൽ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. His wife was horrified at the idea of a Muslim boy being invited to dine in her ritually പ്യുവർ കിച്ചൺ. അപ്പൊ ഒരു മുസ്ലിം ബോയ് ആണ് ചെന്നിരിക്കുന്നത്. അവര് ഭയങ്കര അവരുടെ കിച്ചണിലൊക്കെ ആരെയും കയറ്റാതെ ഭയങ്കര കസ്റ്റമും ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കിച്ചണിലായിട്ട് ഈ മുസ്ലിം ബോയിനെ കൊണ്ട് ദാ വന്നിരിക്കുന്നു തന്റെ ഹസ്ബൻഡ്. ഷി റെഫ്യൂസ് ടു സെർവ് മീ ഇൻ ഹർ കിച്ചൺ. ആ പുള്ളിക്കാരി കിച്ചണിൽ ഇരുത്തി കഴിപ്പിക്കാൻ സമ്മതിച്ചില്ല. ശിവസുബ്രഹ്മണ്യ അയ്യർ വാസ് നോട്ട് പെർടർബ്ഡ്. പക്ഷെ സുബ്രഹ്മണ്യ അയ്യർ അതിൽ നിന്ന് വിട്ടുപോയി, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നോട്ട് മാറിയില്ല. പെർടർബ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് മാറാനൊന്നും പോയില്ല. നോർ ഡിഡ് ഹി ഗെറ്റ് ആംഗ്രി with his wife. പെർടർബ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എതിർത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ആംഗ്രി ആയുമില്ല, വൈഫിനോട് ചീത്ത പറഞ്ഞൊന്നുമില്ല. പക്ഷെ എന്താ അദ്ദേഹം ചെയ്തത്? served me with his own hands and sat down beside me to eat his meal. അപ്പൊ അവിടെ അബ്ദുൽ കലാമിന്റെ അടുത്തിരുന്ന് ഭക്ഷണമൊക്കെ വിളമ്പി ഒരുമിച്ച് രണ്ടുപേരും ഇരുന്ന് കഴിച്ചു. His wife watched us from behind the kitchen door. കിച്ചന്റെ ഡോറിൽ ഇരുന്ന് ഒളിഞ്ഞു നോക്കുകയായിരുന്നു വൈഫ്. I wondered whether she had observed any difference in the way I ate rice, drank water or cleaned the floor after the meal. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടു പോയി. എന്തിനാ ഇങ്ങനെ ഒരു ഡിഫറൻസ്? എന്തെങ്കിലും ഡിഫറൻസ് അവർ കണ്ടോ? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് സെയിം ആണ്, വെള്ളം കുടിക്കുന്നത് ഒരുപോലെയാണ്, ഫ്ലോർ ക്ലീൻ ചെയ്തത് ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാണ്. പിന്നെ എന്ത് ഡിഫറൻസ് ആണ് അവർ എന്നിൽ കണ്ടത്, വ്യത്യാസം കണ്ടത്? When I was leaving his house, Shivasubramania Iyer invited me to join him for dinner again the next weekend. ഇറങ്ങാറായപ്പോ ശിവസുബ്രഹ്മണ്യ അയ്യർ നെക്സ്റ്റ് വീക്കിലേട്ടും കൂടി ഡിന്നറിന്, ഇത്തവണ ലഞ്ചാണ് കഴിച്ചത്, ഡിന്നറിനും കൂടി ഇൻവൈറ്റ് ചെയ്തു. ഒബ്സർവിംഗ് മൈ ഹെസിറ്റേഷൻ ഹി ടോൾഡ് മീ നോട്ട് ടു ഗെറ്റ് അപ്സെറ്റ്. അപ്പം അബ്ദുൽ കലാം ഹെസിറ്റേറ്റ് ചെയ്ത് ഞാൻ വരുന്നില്ല എന്ന്. ഈ വൈഫ് ഇങ്ങനെയാണല്ലോ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നാ, once you decide to change the system, such problems have to be confronted. ഒരിക്കൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു സിസ്റ്റം, കൊള്ളില്ലാത്ത സിസ്റ്റം ഒരു സൊസൈറ്റിയിൽ മാറ്റണം എന്ന് ഡിസൈഡ് ചെയ്ത ഇതുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. confronted. When I visited his house the next week, Shivasubramania Iyer's wife took me inside her kitchen and served me food with her own hands. നെക്സ്റ്റ് ടൈം ചെന്നപ്പോൾ ഈ ശിവസുബ്രഹ്മണ്യ അയ്യരുടെ വൈഫ് കിച്ചണിൽ കയറ്റി ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം വേണ്ട, ചേഞ്ച് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്താ ഇറ്റ് ഈസ് സോ മെനി പ്രോബ്ലംസ് വിൽ കം, ബട്ട് യു ഷുഡ് ഗോ ഫ്രണ്ട്. Then the Second World War was over and India's freedom was imminent. Indians will build their own India, declared Gandhiji. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞു, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ ഒരു ടൈമായി. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നമ്മൾ ഇന്ത്യൻസ് നമ്മൾ ഇന്ത്യനെ ബിൽഡ് ചെയ്യും, ഇന്ത്യ ഉണ്ടാക്കും. ദ ഹോൾ കൺട്രി വാസ് ഫിൽഡ് വിത്ത് ആൻ അൺപ്രസിഡന്റഡ് ഒപ്റ്റിമിസം. അപ്പൊ ഫുൾ കൺട്രി അവർക്ക് നല്ലൊരു അൺപ്രസിഡന്റഡ് ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത വന്നു. ഐ ആസ്ക്ഡ് മൈ ഫാദർ ഫോർ പെർമിഷൻ ടു ലീവ് രാമേശ്വരം ആൻഡ് സ്റ്റഡി അറ്റ് ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ രാമനാഥപുരം. അപ്പൊ ഏകദേശം നമ്മുടെ അബ്ദുൽ കലാമിന്റെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പം ഫാദറിനോട് ചോദിച്ചു, അപ്പൊ ഇന്ത്യയുടെ സമയം നല്ലൊരു ടൈം ആയിരുന്നു, ഞാൻ രാമനാഥപുരത്തില് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോയിട്ട് പഠിച്ചോട്ടെ, അവിടെ പോയിരുന്നു പഠിച്ചോട്ടെ എന്ന് ചോദിച്ചു. He told me as if thinking aloud, Abdul, I know you have to go away to grow. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാദർ പറഞ്ഞ എന്താണെന്നറിയോ? അബ്ദുൾ, I know you have to go away to grow. എനിക്കറിയാം അബ്ദുൾ, നിനക്ക് വലുതാവണമെങ്കിൽ, നിനക്ക് ഉയരണമെങ്കിൽ നിനക്ക് ഈ ഐലൻഡ് കടന്നു പോകണം. Does the seagull not fly across the sun alone and without a nest? സീഗൾ എന്ന് പറയുന്ന ഒരു ബേർഡ് ഉണ്ട്. ആ ബേർഡ് സണ്ണിനെ കവർ ചെയ്തു പോകും തന്നെ, വിത്തൗട്ട് എ നെസ്റ്റ്. ഒരു നെസ്റ്റോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ഒന്നുമില്ലാതെ സീഗൾസ് അത് ഉയരത്തിൽ പറക്കും.
He quoted Khalil Gibran to my hesitant mother. മദറിന് എത്ര വിഷമായിരുന്നേ അബ്ദുൽ കലാമിനെ വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ മദറിനോട് ഈ അബ്ദുൽ കലാമിന്റെ ഫാദർ പറഞ്ഞ വേർഡ്സ് ആണ്. പക്ഷെ ഈ വേർഡ്സ് പറഞ്ഞത് ഖലീൽ ജിബ്രാൻ ആണ്. അപ്പൊ ഖലീൽ ജിബ്രാന്റെ വേർഡ്സ് കോട്ട് ചെയ്ത് മദറിനോട് പറഞ്ഞതാണ്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മാത്രം കുട്ടികളല്ല. ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അത് ഈ ജീവിതത്തില് അവരുടെ അല്ലെങ്കിൽ ഒരു നാടിന്റെ അല്ലെങ്കിൽ ആ ജീവിതത്തോട് അവർ ചേർന്ന് നിൽക്കുമ്പോൾ അവര് നമ്മുടെ മാത്രം കുട്ടികളൊന്നുമല്ല. ദേ കം ത്രൂ യു. അവര് വന്നത് നിന്നിൽ നിന്നാണ്, ബട്ട് നോട്ട് ഫ്രം യു. പക്ഷെ നിന്നിൽ നിന്ന് വന്നു, പക്ഷെ അത് നീ വിചാരിക്കുന്നത് പോലെ നിന്നിൽ മാത്രം അടക്കി പിടിക്കാനുള്ളതല്ല. യു മേ ഗീവ് ദം യുവർ ലവ്. നിനക്ക് അവളെ സ്നേഹിക്കാം, ബട്ട് നോട്ട് യുവർ തോട്ട്സ്. നിന്റെ ചിന്തകളൊന്നും അവരെ അടിച്ചേൽപ്പിക്കരുത്. അതായത് അവർ നിന്നിൽ നിന്നാണ് വന്നത്, പക്ഷെ അവരുടെ ഉള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അവർ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അപ്പോ നമുക്ക് സ്നേഹിക്കാം അവരെ, പക്ഷെ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ചിന്തകളെ പിടിച്ചു നിർത്താനും സാധിക്കില്ല. ഫോർ ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്. കാരണം അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, ആംബിഷൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ലോകത്തേട്ട് ഒരു ഏജ് ആകുമ്പോൾ വിടുക, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ തോട്ടിനും ഒക്കെ വേണ്ടിയിട്ട് അവരെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കൂടെ നിർത്തരുത്. അത് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഖലീൽ ജിബ്രന്റെ. അതാണ് ആശി അമ്മയോട് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഫാദർ പറഞ്ഞത്. അങ്ങനെ അബ്ദുൽ കലാം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ ഇന്ത്യയിലെ the best and the favorite president of people living in this India. അല്ലെ, ഇപ്പോഴും അത് ഏത് മനുഷ്യനും APJ അബ്ദുൽ കലാം എന്ന് കേട്ട കുഞ്ഞു കുട്ടികൾ വരെ ഒരു നിമിഷം സ്നേഹിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ രീതികള്, പ്രസംഗങ്ങള്, അദ്ദേഹത്തിന്റെ ഒരു ഇന്നസെൻസ് അദ്ദേഹം ഒരിക്കലും കൈവിട്ടിട്ടില്ല. അപ്പോ APJ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ ഈ ലെസൺ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന്. ഇത് വളരെ ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും. ഒരു നല്ല വ്യക്തിയെ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഇമ്പോർട്ടൻസ് എല്ലാം ഈ ലെസണിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ലെസൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ English Star Kids. Thank you.